ഇന്ന് രാവിലെ തന്നെ നല്ല പെരുമഴയാണ് കേട്ടാ. അപ്പൊ രാവിലെ കുറച്ചൊരു വെയില് കണ്ടിനെ, അത് കഴിഞ്ഞിട്ടുണ്ട് ചടപടാന്ന് പറഞ്ഞിട്ട് ഒരു തരം മഴ. അപ്പൊ നമ്മൾ എവിടത്തേക്ക് പോന്നെ കണ്ണാ? കോറോത്ത്. മാളു ചേച്ചി അടുത്തേക്ക് വരും. അതാ നമ്മള് മാളു ചേച്ചി എന്ന് പറഞ്ഞു പോയതല്ലേ കണ്ണേ? എന്റെ മോക്ക് എന്തോ ഒരു ചെറിയൊരു ചീക്കുണ്ട്, ഒരു ചുമ പോലെയോ. അതാന്ന് ഒരു മുഖം ഒരു ഉഷാറില്ലാത്ത. ഇന്നലെ രാത്രി മുതലേ ചെറിയൊരു ചുമ പോലെ ഉണ്ടല്ലേ കണ്ടപ്പോ? ശരിയാവട്ടാ. ഭയങ്കര മഴയല്ലേ, അതുകൊണ്ട് തണുപ്പ് ചൂട് മാറി മാറി വരുമ്പോ മിനിയാന്ന് 2 ദിവസം നല്ല വെയില്. അപ്പൊ പിള്ളേർക്കെല്ലാം പെട്ടെന്ന് എഫക്ട് ചെയ്യുമല്ലോ. അപ്പൊ നമ്മള് 3 വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പൊ സമയം 10:10 കേട്ടാ. മഴ കാരണം കുറച്ചൊന്ന് വൈകി. നേരെ കോറോത്തേക്ക്. അർജുവേട്ടൻ ഫാൻസ് ലൈക്ക് അർജുവേട്ടൻ വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് മെല്ലെ പോട്ടെ, മഴയായതുകൊണ്ട് അധികം സ്പീഡിലൊന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ചലോ കോറോ. നല്ല മഴയുണ്ടായിട്ട് ഇതാ ഇപ്പൊ വെയില് വന്നു കേട്ടാ. ഇതന്നെ അവസ്ഥ, വെയിലും മഴയും മാറി മാറി അങ്ങ് വരുന്നു. വണ്ടി നീങ്ങുന്നേ ഇല്ല. എനിക്ക് ഇന്ന് കൊറേ ദൂരം വണ്ടിയിൽ ഇരുന്ന പോലെ തോന്നുന്നു. ചില സമയം നമുക്ക് അങ്ങനെ തോന്നില്ലേ, എത്താത്ത പോലെ തോന്നില്ലേ, അതുപോലെ തോന്നുന്നു. സമയം 10:42 എന്നാലും കുറച്ച് സ്ലോ തന്നെയാണല്ലോ കേട്ടാ. സർവീസ് റോഡ് പണിയായതുകൊണ്ട് മെല്ലെ പോകുന്നുള്ളൂ. പിന്നെ റോഡും മഹാ അബദ്ധമാണ് റോഡിന്റെ അവസ്ഥ. അതുകൊണ്ട് ഇപ്പൊ പെരിയാരം മെഡിക്കൽ കോളേജ് അങ്ങ് ദൂരത്ത് കാണുന്നുണ്ട്. എന്നാലും ഒരു 1/2 മണിക്കൂർ കൊണ്ട് എത്തുമായിരിക്കും. ഇത് പയ്യന്നൂർ എത്തിവാവേ. ഇപ്പൊ കുറവെത്തോട്ടെ പയ്യന്നൂരിന്റെ ഈ സൈഡെല്ലാം അടിപൊളി ഗാർഡനെല്ലാം ആക്കിനേട്ടാ. ഗാർഡനാക്കി അങ്ങോളം ടൗണിലോളം സൈഡിലെല്ലാം ഫുട്പാത്തിന്റെ നടുവിലെല്ലാം ഇങ്ങനെ ഇല്ല അങ്ങനെ വന്നിട്ടില്ല. ചെടിയെല്ലാം വെച്ചിട്ടുണ്ട്. നമ്മളെ പയ്യന്നൂര് സുഡിയോ വന്നിട്ടുണ്ട് കേട്ടാ. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് പോകുമ്പം അവിടെ ഇങ്ങനെ ഇത് ബോർഡെല്ലാം വെച്ചിട്ട് പണി നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഓപ്പൺ ആയിട്ടുണ്ടല്ലോ. ഇന്ന് കയറാൻ പറ്റും തോന്നില്ല കേട്ടാ. ഇന്ന് സമയം കിട്ടും തോന്നില്ല. ഒരു കയറി നോക്കണം എന്തുണ്ടെന്ന്. കണ്ണൂരത്തെ സ്റ്റുഡിയോ നമ്മള് പണ്ട് 2-3 പ്രാവശ്യം പോയപ്പോ ശോക അവസ്ഥയായിരുന്നു. എന്തിനാ കണ്ണൂർ ഒരു സ്റ്റുഡിയോ വന്നേന്ന് തോന്നിപ്പോന്ന അവസ്ഥ. ഇപ്പൊ എങ്ങനെയാന്ന് അറിയില്ല. ഇപ്പൊ കൊറേ ആയി പോയിട്ട്. പയ്യന്നൂർ എന്തുണ്ട് നോക്കാലോ. അല്ലടാ കുറവല്ലേ. അതുപോലെ ഉണ്ടോ? അങ്ങനെ വീട്ടിലെത്തിയേ. ഇവിടെ അനിതമ്മ ഇല്ല കേട്ടാ. അനിതമ്മ അവരേട്ടന്റെ വീട്ടിൽ പോയിട്ടാ ഉള്ളത്. ഇന്ന് വരും ഇങ്ങോട്ടേക്ക്. അതുകൊണ്ട് ഞാൻ കറി വീട്ടിൽ നിന്ന് ആക്കിയിട്ട് എടുത്തിട്ട് വന്നേന്. ഞാനും അമ്മയും കൂടെ രാവിലെ ആക്കിയിട്ട് എടുത്തേന്. അച്ഛൻ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇടാം. ചോറ് ഇപ്പൊ ഇവിടെ വന്നിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ചോറിന് അരി ഇട്ടിട്ടുണ്ട്. ഏച്ചിയും പ്രൊമോട്ടറിന് അവര് വരുന്നുണ്ട് കേട്ടാ. ഏച്ചി വരുമ്പോൾ വറവെല്ലാം എടുക്കും, കറി എടുക്കും. അപ്പം ഇവിടെ വന്നിട്ട് ചരമിടാൻ നമുക്ക് ആക്കണ്ടല്ലോ. നിച്ചുണ്ണിയും കൊണ്ട് നിച്ചു ഇവിടെ വന്നാൽ എന്നെ പണിയെടുക്കാനൊന്നും വിടൂല. അതുകൊണ്ട് അങ്ങനെ ആക്കിയിട്ടാണ് വന്നത്. ചക്കകൾ അതെ അച്ഛത്തെ ചക്കയെല്ലാം പറിച്ച ചക്ക അതിങ്ങനെ മൂത്തിട്ടല്ലോ മതിലിന് വേണ്ടോ അങ്ങനെ കുത്തിയതാ. കൊറേ പറിച്ച ഇത് കൊത്തി വൃത്തിയാക്കാനാണ് അച്ഛന് വേഗാവും. ഇതിനടുത്ത് മൊറാളിന്ന് കൊണ്ടുവന്നിട്ട് സാഹിത്യനെ വിളിച്ച് കൊത്തിക്കേ. സാഹിത്യ സന്തോഷം. ഒറ്റ ഒന്നേ ഇല്ലോ. ആടി ഉണ്ടല്ലേ. മഞ്ഞ കളർ വന്നു ഒരുപാട്. അങ്ങനെ പറിക്കല് കൊക്കോണ്ട് താക്കല. നമ്മളിപ്പോ വരുമ്പോ ആടെ വിൽപ്പന മുമ്പിൽ ആടെ ഇഷ്ടംപോലെ പാഷൻ ഫ്രൂട്ട് ഒരു പഴം തട്ടാ. അവിടെ ഇങ്ങോട്ട് വരും. മിച്ചൊരു മുട്ടപ്പഴം
മുട്ടേരം വേണേ. അതാ ആ നിലത്ത് വീണിട്ടുണ്ടാ മുട്ടേരം മഞ്ഞേന്റെ അതേപോലെ ഉണ്ടാവുക. ശരിക്കും മുട്ടേന്റെ ഉള്ളിൽ മഞ്ഞയില്ലേ, അതിന്റെ ഒരു ടേസ്റ്റും ഉണ്ടാവും കളറും അതന്നെ. അവിടെ വീണിട്ടുണ്ട് ടപ്പേന്ന് വന്നിട്ട്. പണ്ട് പുറത്ത് വീട്ടിന്റെ മുമ്പിൽ ഇഷ്ടം പോലെ ഉണ്ടായി. ചച്ചൻ ബാക്കിലുണ്ട്. പുറത്ത് വീട്ടിന്റെ മുമ്പിൽ തന്നെ ഉണ്ടായിട്ട് ഇഷ്ടം പോലെ നിറച്ചും കളത്തിലേക്ക് വീണിങ്ങനെ അടി കൊത്തി അങ്ങനെ കൊത്തി കളയല്ലേ ഇതേ മുമ്പിൽ തന്നെ ഉണ്ടായി നിറച്ചും. കളത്തിന്റെ മുമ്പ് തന്നെ കളത്തിലേക്ക് തന്നെ വീഴും അത് ടപ്പേന്ന് പറഞ്ഞിട്ട്. കൊക്ക ഇട്ട് നോക്കിയ കൊക്ക കത്തിയോണ്ട് കൊക്ക കിട്ടുന്നുണ്ടോ? മുട്ടപ്പഴം പറിക്കാൻ വേണ്ടിട്ട് കൊക്ക കിട്ടുന്നുണ്ട. ഇതിന്റെ ഉള്ളില് വലിയൊരു കുരു ഉണ്ടാവും, നല്ല പളുങ്ക് പോലത്തെ കുരു അല്ലേ, നല്ല രസമാണ്. ഉള്ളില് ഒരു പളുങ്ക് പോലത്തെ കുരു ഉണ്ടാവും, മറ്റൊരു വലിയ കുരു. അതാണ് മുട്ടപ്പഴം. നമ്മളെ നാട്ടിൽ അങ്ങനെ, അതിന് വേറെ ഏതെങ്കിലും നാട്ടിൽ വേറെ പേരുണ്ടാവും. വെച്ച് പഴുതല്ലേ അപ്പൊക്ക് മഴ വരും. അച്ഛൻ കൊക്ക കിട്ടുമ്പോ മഴ വരും. തുള്ളൊക്കെ തുള്ളല്ലേ ഇച്ചിരി തലക്കൂടി ഇച്ചിരി തലക്കൂടിന്ന ഇല്ല വാണ്ടു പൊട്ടൂലല്ല. ഇല്ല കഴിയുണ്ട്. 1 2 ഇല്ല 1 2 3 എന്റെ മേലെ വരും. അങ്ങ് വണ്ടി റെഡിയിലെത്തി. ചെമ്പഴങ്ങ അമ്പഴങ്ങ ഒന്നെടുത്തു. അവിടെ ഉറുമ്പുണ്ടായി നോക്കണം. കൊടുത്തിണ്ട്. ഉറുമ്പ് പ്രശ്നമില്ല. കൊടുത്ത ഈ ചെടി ഇതാ ഈ ചെടി ഉണ്ടല്ലോ, ഇതാണ് കൊടുത്താന്ന് പറയല്ലേ. അത് തൊട്ട് കഴിഞ്ഞാല് ചൊറിഞ്ഞ് പണ്ടാരിടുന്നു. പക്ഷെ അച്ഛൻ തിന്നല്ലേ. പക്ഷെ അച്ഛൻ അത് കറി വെച്ച് തിന്നും. അത് നല്ല അത് തിന്നാൻ പറ്റുന്നതാണ്. പക്ഷെ അത് പറിച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചൊറിയൊന്നുമില്ല. അച്ഛൻ കയ്യിൽ കൊട്ടയിലിട്ടിട്ട് പറിച്ചിട്ട് മുറിച്ച് സെറ്റ് ആക്കിയിട്ട് പണ്ട് കൊട്ടയല്ല സഞ്ചി അതന്നെ. എന്നിട്ട് അത് വറവാക്കിയിട്ട് നല്ല ടേസ്റ്റ്, ഔഷധ പോലും. ഇതാണ് മുട്ടപ്പഴം. പക്ഷെ അത് പറിക്കണമെങ്കിൽ അച്ഛന് മാത്രമേ ആവുള്ളൂ. ഇതിന്റെ ഉള്ളിൽ കണ്ട മഞ്ഞ കളറ്. ഇതിങ്ങനെ ഇങ്ങനെ പൊട്ടിക്കാൻ കഴിയും. ഇങ്ങനെ പൊട്ടിക്കുമ്പോ ഉള്ളില് ഒരു കുരു ഉണ്ടാവും. ഫുള്ള് പിന്നെ മുട്ടേര മഞ്ഞ പോലത്തെ സാധനം. അവിടെ തോന്നുന്നു ഇതുവരെ മുട്ടേര മഞ്ഞന്റെ ഒരു മയങ്ങ ടേസ്റ്റ് ഇല്ലേ, അത് തന്നെയാ ഉണ്ടാവുക. കടിക്കലി ചുടി വണ്ടിയിൽ അങ്ങോട്ട് പോകുമ്പോ ഇങ്ങനെ ഇതെന്നാന്ന് ചോദിച്ചാൽ ഞങ്ങള് പാഷൻ ഫ്രൂട്ട് നമുക്ക് പൊതിച്ചിട്ടില്ല, പച്ചയുണ്ട് അത്രേ. ഇവിടെ നമുക്ക് മഴ വരുന്ന സമയത്തുണ്ടല്ലോ ഭയങ്കര ഇങ്ങനെ ഇരുട്ട് രാത്രി പോലെ ആവും. ഇവിടെ ഫുള്ള് മരമായിട്ട് ഫുള്ളിങ്ങനെ ക്ലോസ്ഡ് ആയ പോലെയല്ല, നമ്മൾ അടുത്ത പോലെ ഇങ്ങനെ തുറസായ സ്ഥലമല്ലല്ലോ. അതുകൊണ്ട് നല്ലോണം മഴ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഇരുട്ടാ. മഴ പെയ്യുമ്പോൾ പ്രത്യേക രസമാണ് കേട്ടാ, ഫുള്ള് മരമെല്ലാം ആയതുകൊണ്ട്. ഇപ്പൊ അങ്ങോട്ടേക്ക് നോക്കി നമ്മൾ സാധാരണ അങ്ങോട്ട് നടക്കാൻ പോക്കില്ലേ കവുങ്ങുന്തോട്ടത്തിലേക്ക്, ഇപ്പൊ നോക്ക ഫുള്ള് മുളച്ചിട്ടാന്നുള്ളത്, പുല്ലും കാടും. ഒരു ചക്ക പറിക്കുമ്പോ മതിലിന് വീണ് പൊട്ടിപ്പോയി. അതുകൊണ്ട് ഈ കൈയോടെ മുറിച്ച് സെറ്റാക്കാന്ന് വിചാരിച്ചു. ഞാനാണെങ്കി ഇപ്പൊ 108 കൊത്തു കൊത്താനായി. കുറച്ച് മൂത്തിനല്ലേ കളറ് വന്നെ. ആടിരുന്നു ഇച്ചിരുന്നു. അങ്ങോട്ട് തിരിഞ്ഞിട്ട് അച്ഛനെ നോക്കിയിരിക്കാറാ. എന്നാ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നേ. ചക്ക പുഴുക്കാക്കണ്ട പാകയിന്. ചക്ക പുഴുക്ക് കുറച്ച് ഒരു 2 ഒരാഴ്ചയും കൂടെ കഴിഞ്ഞ പുഴുക്കട്ടി. ഒന്നോ ചോള് തിന്നാൻ തുടങ്ങിയ നിർത്തൂല.
ഇവിടെ ഇതിനടക്കം തന്നെ ഒരേ പച്ചന്നല്ല ഇഷ്ടമാണ് അധികമായ അമൃതം കൊതുവൊന്നും പേടിയില്ല, തട്ടിയാലൊന്നും പോകുന്നില്ല. കുമ്പയിലെത്തിയിട്ട് പോത്തും അത് പോക്കൂല മോളെ, ചക്ക പുഴുക്കാക്കാനാണ്. ഓ കഴിയാനില്ല, പണിയുണ്ടത്ര. എന്നാ ചോറ് വീഴുന്ന പണി പാളിയാ ഇഷ്ടാ. ഞാൻ ഹെൽപ്പിന് വിളിക്കുമ്പോ വീഡിയോ എടുക്കുന്നു. ഇത് എന്റെ മൂടിയല്ല ഒന്ന് വാട്ടാ. ചോറ് വാർക്കുമ്പോഴേക്ക് ഫുള്ള് വേർത്ത് വിളിച്ചു. ചോറ് വാർക്കാൻ എക്സ്പേർട്ട് വന്നിട്ടുണ്ട്. ചോറ് വാർക്കുന്ന എക്സ്പേർട്ട് അല്ല, അത് അതിന്റെ മൂടിയല്ല, അത് ഞാൻ പെരുതിയിട്ട് കിട്ടിയിട്ടില്ല മൂടി. അപ്പൊ പിന്നെ കറക്റ്റ് ഇങ്ങനെ നിക്കൂലല്ലോ, അത് വേർത്ത് വിളിച്ചു. ആ ചോറ് വാർത്ത എന്റെ മോളെ കൊടുത്തു, അത് ഒറ്റക്ക് നിന്നിട്ട് ചക്ക ശരിയാക്കിയെന്ന്. മിച്ചൂട്ടാ എന്താ പണിയെടുക്കുന്നേ? ചക്ക വൃത്തിയാക്കുന്ന ജോറന്നെ. പണ്ട് ഞാൻ സുഖമായിട്ട് വാർക്കുന്നല്ലേ. വൃത്തിയാക്കുന്നുണ്ടോ ഇച്ചോ? ഫുള്ള് വൃത്തിയാക്കുന്നുണ്ടോ മോള്? കളിപ്പണ്ണേ. ബാക്കി നമുക്ക് പാപ്പിശ്ശേരി പോയിട്ടാക്കാം. മതി വന്നെ, സഞ്ചിയിലിടാ ഇടാ. പാവം എൻ്റെ അച്ഛൻ ഫുള്ള് കഷ്ടപ്പെട്ട് വൃത്തിയാക്കി തന്നോണ്ട് നമുക്ക് പാപ്പശ്ശേരി പോയിട്ട് പണിയില്ല. അല്ലെങ്കിൽ ഇതുകൊണ്ട് പോയാൽ ആടുന്ന് കൊത്തി കൊത്തി പണ്ടാരം ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട് അച്ഛൻ എല്ലാം സെറ്റ് ആക്കി തന്നിട്ടുണ്ട്. കണ്ടു പഠിക്കേ, എൻ്റെ അച്ഛനെ കണ്ടു പഠിക്കേ. കണ്ടാ കൂടുതൽ വൃത്തിയാക്കിയ, പക്ഷെ മിച്ചൂട്ടിയാണ് കൂടുതൽ വൃത്തിയാക്കിയത്. എന്താ സത്യം കേട്ടാ, 5-6 കുരു കൊണ്ട് ഇടാ, അതെല്ലാം പറിച്ചിട്ട് നീ ഇല്ലിടും മോളെ. വേണ്ട, ഇനി മോള് തൊടണ്ട, മോള് കൈ കഴുകിയില്ലേ. എന്നാടാ ഗെയിം കളിക്കുന്നു? ഭയങ്കര നാണാന്ന്. ഹായ് ഹായ്. ഇത് പേടിച്ചിട്ടാണ് നാളെ നടക്കുന്നത്. വാള മീൻ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. മഴയുണ്ട് നിങ്ങളെ നാട്ടിലെല്ലാം? വെള്ളപ്പൊക്കാണ്. രാവിലത്തെ നല്ല മഴ കിട്ടി നിങ്ങൾക്ക്? നമുക്ക് നല്ല മഴ കിട്ടി, കൊറേ സമയം ഉണ്ടായില്ല. ഇപ്പൊ നമ്മ ഇങ്ങോട്ട് വരും, ഏച്ചി വരുമ്പോ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായില്ലേ. അപ്പൊ അതോടെ ഫ്രൈ ആക്കാൻ ഇട്ടിട്ടുണ്ട്. ഫുഡ് കഴിക്കാ? ഭക്ഷണം കഴിക്കാ? രണ്ടാളും വരാ കഴിക്കാ? മാളു ചേച്ചിനെ കിട്ടിയോണ്ട് കളിയോ കളി. അപ്പൊ നമ്മള് ഫുഡെല്ലാം കഴിച്ചിട്ട് ഇവിടെ ഡാൻസ് കളിച്ചോണ്ടിരിക്കുന്നു. ഫുഡ് കഴിക്കുമ്പോ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇവിടെ ഡാൻസ് മാളു ചേച്ചി നിച്ചൂട്ടി സൂപ്പർ ഡാൻസ് ആണേ. ഇനി ഞാനും അമ്മയും മാളു ചേച്ചി. രമ്യലിന് എന്താ പുകയാ വേണ്ട? രമ്യലിന് കൂട്ടൂല. എന്താപ്പോ? ഓ അതെങ്ങനെയാന്ന് കരയുന്ന? രമ്യലി കരയുന്ന? വലിയ കരഞ്ഞു പാവം.
അവിടുന്ന് വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ നേരെ കാങ്കോലേക്ക് പോവാന്ന് കേട്ടോ. അമ്മേൻ്റെ വീടുണ്ടല്ലോ, എൻ്റെ അമ്മേൻ്റെ വീട്. നമ്മളെല്ലാവരും കൂടെ നമ്മളെ വണ്ടിയിലാണ് പോകുന്നത്. എല്ലാവരും കൂടെ ഈ വണ്ടിയിൽ പോകുന്നത് ആദ്യമായിട്ടാണ്. പ്രമോട്ടിൻ്റെ വണ്ടി വീട്ടിൽ വെച്ചിട്ട് പോയിട്ട് തിരിച്ച് വന്നിട്ട് എടുക്കാമെന്ന് വെച്ചു. വരുന്ന വഴിക്ക് അനന്തമ്മേനെയും കൂട്ടണം കേട്ടോ. അനന്തമ്മേൻ്റെ വീട്ടിൽ പോയിട്ട് അനന്തമ്മേനെയും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരണം. അങ്ങനെ നമ്മുടെ ഫുൾ ഫാമിലി നമ്മളെ വണ്ടിയിൽ ഒരു കുഞ്ഞു ട്രിപ്പ്. നിച്ചുട്ടിയുടെ താച്ചി ഉറങ്ങലായി. നിച്ചുട്ടി താച്ചി ഉറങ്ങി. തല അമ്മേന്റെ മടിയില്, കാല് മാളി ചേച്ചീന്റെ മടിയില്. നിച്ചുട്ടി ഉറങ്ങിയല്ലേടാ? ഉറങ്ങിയടോ, ഉറങ്ങിയടോ. വേനുള്ള ചളിയായി. മൊത്തം വെള്ളം അരിച്ചു. ചോപ്പ് ഞക്കൂല്ലേ? ചോപ്പ് ബാ കുഞ്ഞി ബാ. വേഗത്തില്ലേ നിന്റെ വേഗത്തില്ലേ നമ്മളെല്ലാം കല്യാണം പെണ്ണിനൊക്കെ അവിടുന്ന് നേരെ നമ്മൾ അനന്തമ്മേൻ്റെ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെയാണ് അനന്തമ്മ ഉണ്ടായിരുന്നത്. അപ്പോൾ തിരിച്ച് വരുന്ന വഴി കൂട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ. പിന്നെ അവിടുന്ന് അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് ചായയെല്ലാം കുടിച്ച് അപ്പുറത്ത് വേറൊരു ഏട്ടൻ്റെ വീടുണ്ട്, അവിടെയും പോയി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നേരെ കുറവത്തേക്ക് വന്ന് എല്ലാവരും അവിടെ ഇറങ്ങി നമ്മൾ സ്പ്ലിറ്റായി. ഏട്ടനും പ്രമോട്ടനും ഏച്ചിയെല്ലാം കൂടെ വണ്ടിയെടുത്ത് ചന്തയിലേക്ക് വിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്കും. നിച്ചുട്ടിക്ക് എന്തോ ഒരു ചെറിയ ചീക്ക് വരുന്നുണ്ട്, ചെറിയൊരു മേല് ചൂടും ചുമയും എല്ലാം കാണുന്നുണ്ട്. തിരിച്ചു വരുന്ന സമയത്ത് പെരുമഴയായിരുന്നു കേട്ടോ. കുറേ ഇങ്ങെത്തുമ്പോഴേക്ക് ഭയങ്കര കാറ്റും മഴയായിട്ട് ഒന്നും റോഡ് കാണുന്നില്ല എന്നുള്ള അവസ്ഥയാണ് ഉണ്ടായത്. കുറേ നേരം ഇങ്ങനെ നിർത്തുകയെല്ലാം ചെയ്തു. മുമ്പിലെല്ലാം കുറേ വണ്ടിയെല്ലാം ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ടോ, അത്ര പോലും റോഡ് കാണുന്നുണ്ടായിട്ടില്ല. എന്തായാലും തിരിച്ച് വീട്ടിലേക്ക് എത്തിയല്ലോ, അതുകൊണ്ട് സമാധാനം. നമ്മുടെ നാട്ടിലെത്തിയത് പാപ്പിനിശ്ശേരി എത്താനായിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അമ്മ അച്ഛനെല്ലാം വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിനി എവിടെയാണല്ലേ കൊടുങ്കാറ്റാന്ന് പറഞ്ഞിട്ട്. പക്ഷെ വലിയ കുഴപ്പമില്ല. എന്നാലും ഇന്ന് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിനി, കുറച്ച് നാളായി പോകാൻ പറ്റാത്തത്. അതുകൊണ്ട് എന്തായാലും ഇന്ന് എല്ലാവരും കൂടെ ഒരു മഴ ഡേ അങ്ങനെ എൻജോയ് ചെയ്തു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.